ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് 50 രൂപ താഴെ തെറ്റില്ലാത്ത റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളെയാണ്. ഏകദേശം 10ഓളം കമ്പനികളെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തി അതിൽ ഉചിതമായത് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ആശാപുരി ഗോൾഡ് ഓർണമെൻറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി മെയിനായിട്ട് ജ്വല്ലറി ട്രേഡിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി അതുപോലെ തന്നെ ബ്രാൻഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ ബിസിനസ് കൂടി ഈ ഒരു കമ്പനിക്കുണ്ട്. അതുപോലെ വെൽ നോൺ ആയിട്ടുള്ള ക്ലയൻറ്റുകൾ മലബാർ ഗോൾഡ്, ടൈറ്റൻ പോലെയുള്ള വെൽ നോൺ ക്ലയൻറ്റ്സ് കൂടിയുണ്ട്. നിലവിലെ ഈ കമ്പനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 13 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇൻഫിബീം അവന്യൂസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മെയിനായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ സർവീസുകൾ, മെയിൻ്റെനൻസ്, വെബ് ഡെവലപ്മെൻറ്റ്, അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ സർവീസുകൾ, ഇ കൊമേഴ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ വളരെ വെൽ നോൺ ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റമാണ് CC അവന്യൂ എന്ന് പറയുന്നത്. ഏകദേശം 250ഓളം യൂണിക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ത്യയിലും അതുപോലെ തന്നെ അക്രോസ് 27 ഇൻ്റർനാഷണൽ കറൻസീസും പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങും നടത്താൻ സഹായിക്കുന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റം കൂടി അവർക്കുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസുകളും ഭാരത് ബിൽ പേയ്മെൻറ്റ് സർവീസുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. റീസെൻറ്റ് ക്വാർട്ടർ റിസൾട്ടും വളരെ നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു കമ്പനി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 29 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് IIRM ഹോൾഡിങ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. നേരത്തെ എൻ്റെ പേര് എന്ന് പറയുന്നത് സുദ്ദേവ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാണ്. മെയിനായിട്ട് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഉത്തർപ്രദേശ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ പ്ലാസ്റ്റിക്സ് അതുപോലെ തന്നെ സിന്തറ്റിക് റബ്ബർ മോൾഡ് ഗുഡ്സ്, ഫോംസ് തുടങ്ങിയവ ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ UK ഈ കമ്പനിക്കൊരു കൊളാബറേഷൻ ഉണ്ട്. അപ്പം നല്ലൊരു റിസൾട്ടാണ് റീസെൻ്റ്ലി കാഴ്ചവെച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഒരു കമ്പനിയുടെ വില എന്ന് പറയുന്നത് 22 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ കമ്പനി എന്ന് പറയുന്നത് ലെലോയ്ഡ്സ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. നേരത്തെ ശ്രീ ഗ്ലോബൽ ട്രേഡ് ഫിൻ ലിമിറ്റഡ് എന്നറിയപ്പെട്ട കമ്പനി റീസെൻ്റ്ലി അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് ലെലോയ്ഡ്സ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് മാറിയത്. അപ്പോൾ ഈ കമ്പനി മെയിനായിട്ട് സ്റ്റീൽ പ്രോഡക്ട്സുകളുടെ മാനുഫാക്ചറിങ്ങിലാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ പ്രോഡക്ട്സ് മാത്രമല്ല ഹോട്ട് റോൾഡ് കോയിൽസ്, അതുപോലെ തന്നെ സ്റ്റീൽ ഷീറ്റ്, മൈൽഡ് സ്റ്റീൽ, അതുപോലെ തന്നെ MS ആംഗിൾ, ഹോട്ട് റോൾഡ് പ്ലേറ്റ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്റ്റ് ഈ കമ്പനിക്കുണ്ട്. നിലവിലെ കമ്പനിയുടെ വില എന്ന് പറയുന്നത് 38.9 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന അഞ്ചാമത്തെ കമ്പനി എന്ന് പറയുന്നത് ലെലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്നത് മെയിനായിട്ട് ഹെവി എക്യുപ്മെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ്ങിലും അതിൻ്റെ ഡിസൈനിങ് വർക്കുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ ഈ കമ്പനിയുടെ എക്യുപ്മെൻറ്റ്സും മെഷീനറി സിസ്റ്റംസും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈഡ്രോ കാർബൺ സെക്ടർ, അതുപോലെ സ്റ്റീൽ സെക്ടർ, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ പവർ സെക്ടറിൽ പ്രത്യേകിച്ച് ഈ കമ്പനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി അതുപോലെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മെയിനായിട്ടുള്ള ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അതായത് അവർക്ക് വേണ്ട ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പോർട്സുകളിൽ, റിഫൈനറീസിലെല്ലാം തന്നെ ഇവരുടെ മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ കമ്പനിയുടെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 49 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന ആറാമത്തെ കമ്പനി എന്ന് പറയുന്നത് കമ്പനി അല്ല, ഒരു ബാങ്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക്. റീസെൻ്റ്ലി അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ വാല്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് സൗത്ത് ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കേരളത്തിൽ തന്നെയാണ് ഇതിൻ്റെ മെജോറിറ്റി ഓഫ് ബ്രാഞ്ചസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. റീസെൻ്റ്ലി നല്ല റിസൾട്ടുകളായിരുന്നു, നമ്മൾ നേരത്തെയും പല വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 33 രൂപ റേഞ്ചിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വളർച്ചയുള്ള നല്ലൊരു ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏഴാമത്തെ കമ്പനി എന്ന് പറയുന്നത് CAL സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്.
ഇത് മെയിനായിട്ട് സ്റ്റോക്ക് ബ്രോക്കിംഗ് അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. എൻ എസ് സിയിലും ബി എസ് സിയിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് മെമ്പർ കൂടിയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. നിലവിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന 8ാമത്തെ കമ്പനി എന്ന് പറയുന്നൊരു ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. റീസെൻ്റ്ലി നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. റേഷ്യോസ് ആണെങ്കിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ റേഷ്യോസിലും നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ പ്രസൻസ് ഉള്ള ഒരു റൂറൽ ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള നല്ലൊരു ബാങ്കാണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 51 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന 9ാമത്തെ കമ്പനി എന്ന് പറയുന്നത് യാൻ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അതായത് ടൂർ ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ സെമി ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസം അതുപോലെ തന്നെ ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ പ്രൊജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഡീസാലിനേഷൻ അതുപോലെ സോളാർ ആൻഡ് വിൻഡ് എനർജി സെഗ്മെൻറ്റിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നിലവിൽ ഈ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 30 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന 10ാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ബാങ്കാണ് യെസ് ബാങ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബാങ്ക് കൂടിയാണ് യെസ് ബാങ്ക്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫുൾ ടൈം കൊമേഴ്ഷ്യൽ ബാങ്കാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഈ ഒരു കമ്പനിക്ക് അബുദാബിയിലും ഒരു ഓഫീസ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. നിലവിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 24 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു 10ഓളം കമ്പനികൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഈ കമ്പനികളിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പോയിട്ടില്ല. അപ്പോൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ ഈ കമ്പനികളുടെ ഒരു സ്റ്റഡി നടത്തിയിട്ട് വേണം ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉചിതമെന്ന് തോന്നുന്ന കമ്പനികൾ നിങ്ങളതിൽ നിന്ന് ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ 100 രൂപ താഴെ റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ചാനലിലെ ജോയിൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മൺഡേ പേഴ്സണലി ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ ആ ജോയിൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയുടെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റൈറ്റ് ടൈമാണ് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അപ്സ്റ്റോക്സിലും അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള വീഡിയോസും ലാസ്റ്റ് ഒരു എൻഡ് സ്ക്രീനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.